ഇന്നൊരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് നമ്മുടെ അമ്മച്ചി വന്നിരിക്കുന്നത്. നമ്മൾ കപ്പപ്പുഴുക്ക്, ചേനപ്പുഴുക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കപ്പയും ചേമ്പും കടയുള്ള കപ്പയും ചേമ്പും കട കൂടിയിട്ടുള്ളൊരു പുഴുക്കാണ് അല്ലേ? പുഴുക്കെന്ന് പറയാല്ലേ? കണ്ണൻ ചേമ്പും പച്ചക്കപ്പയും കൂടെ കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം. എന്തായാലും അത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കറിയാം എങ്ങനെയൊക്കെ ഉണ്ട്, അതിൻ്റെ ടേസ്റ്റ് അനുഭവിക്കാം. പണ്ടേ കാലത്ത് ഇങ്ങനെ പുഴുക്കുകളും ഒക്കെ ആ സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ വരുമ്പോഴേ ഈ കപ്പയും ഈ ചേമ്പും എല്ലാം കൂടി ഇപ്പൊ ഈ സീസണാ, ഓണം കഴിയുമ്പോൾ തൊട്ട് പറിക്കും ഇതെല്ലാം ചേമ്പും ഒക്കെ. അപ്പൊ അതുകൊണ്ടൊരു പുഴുക്കും ഉണ്ടാക്കി നല്ല മത്തിക്കറിയൊക്കെ വെച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല കഴിക്കാൻ. ഇന്നത്തെ ഇപ്പം പോയി ചെന്ന് വട അല്ലെങ്കിൽ ബേക്കറിയൊക്കെ തിന്നുന്ന പോലല്ലോ. അപ്പൊ എല്ലാവർക്കും വലിയ കാര്യമാണ് കപ്പ തിന്നു, ഈ പുഴുക്ക് ഇങ്ങനെ പുഴുങ്ങി തിന്നു. ഇപ്പം കപ്പയും ചേമ്പും കൂടെ കുഴച്ച് വേവിക്കുന്നെന്നും പറയും. പഴയ മോഡലിൽ നമുക്ക് പഴയ ടേസ്റ്റ് ഇന്ന് അനുഭവിക്കാം അല്ലേ? ഓക്കെ, എന്നാ തുടങ്ങാൻ പറ്റി. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. പണ്ടൊക്കെ കൽച്ചട്ടിയിലാണ് പുഴുക്ക് പുഴുങ്ങുന്നത്, അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പം അത് മാറി, ഇപ്പം കൽച്ചട്ടി പ്രയോഗങ്ങളില്ല. അപ്പം ഞാൻ ഓർത്തൊരു മൺചട്ടി തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ പുഴുക്ക് ചെയ്യാൻ പോകും. നമുക്ക് ഗ്യാസ് ഓണാക്കാം. തിളയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം ചേമ്പിടണം. ചേമ്പിന് ഇച്ചിരി വേവ് കാണും, അതുകൊണ്ട് അത് തിളച്ച് ഒരു വേവിൻ്റെ ആകുമ്പോൾ കപ്പ ഇട്ടാൽ മതി. കപ്പ പെട്ടെന്ന് വേവുന്നു. ചട്ടി വെള്ളം ഒഴിച്ചു, ഇനി അതൊന്ന് തിളയ്ക്കട്ടെ. എന്നാൽ ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അരപ്പൊന്ന് അരച്ചുകൊണ്ട് വരാം. അരയ്ക്കാൻ വേണ്ടിയ സാധനങ്ങൾ: തേങ്ങ ഉണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കാന്തകാരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു 4 ചെറിയ ഉള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, കരിയാപ്പല. ഇത്രയാണ് ഇതിന് വേണ്ടിയതായ അരപ്പിനുള്ള സാധനങ്ങൾ. അത് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരാം. ഞാൻ കപ്പയ്ക്കുള്ള അരപ്പ് പോയി കല്ലിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളച്ച് വരുന്നു. ചേമ്പ് അപ്പോഴത്തേക്ക് ഇടാം. ഫസ്റ്റ് ചേമ്പൊന്ന് തിളച്ച് വാടിയിട്ട് പിന്നെ കപ്പയിടാം. നമ്മുടെ ചേമ്പ് ഒരുവിധമായിട്ടുണ്ട്. ഇനിയിപ്പോൾ കപ്പ ഇടാൻ പോവുകയാണ്. കപ്പോടൊന്ന് വെന്ത് എടുക്കുമ്പോൾ ഊറ്റി എടുക്കും. കപ്പ വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റിയിട്ട് അരപ്പിടുന്നതായി. നമുക്ക് കപ്പ വെന്തോന്നൊന്ന് നോക്കാം. കപ്പയും ചേമ്പും ഉണ്ടെങ്കിൽ അതൊന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞേച്ച് അരപ്പിടാം. കപ്പ വെന്തിട്ടുണ്ട്. ചേമ്പും വെള്ളം ഊറ്റിക്കളയാം. വെള്ളമെല്ലാം കളഞ്ഞു, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അരപ്പിടാം. അരപ്പിടുകയാണ്. അരപ്പിട്ടിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. പിന്നെ ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് വേകണം. അല്പസമയം ചെറിയ സിമ്മിലിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചു. അങ്ങനെ അരപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് കുഴച്ചെടുത്ത് പാകത്തിന് കൊണ്ടുവന്ന് നോക്കിയിട്ട് നമുക്ക് കഴിക്കാനുള്ള റെഡിയാകും. നല്ല കപ്പ കുഴച്ചതിന് നല്ല സ്മെല്ലുണ്ട്. വെളുത്തുള്ളി, കരിയാപ്പല, കാന്തകാരി എല്ലാം കൂടെ മിക്സ് ചെയ്തല്ലേ, നല്ല മണമുണ്ട്. പിന്നെ
കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ബാസിന് എന്നാ കപ്പ അതെങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ. ഞാനിങ്ങനെ അമ്മച്ചി ഇത് ഉണ്ടാക്കുന്നതല്ല ഇങ്ങനെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ പഠിച്ചോ? പഠിച്ചു. ഇനി അല്പം ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഈ അമ്മച്ചിയുടെ ഈ വെറൈറ്റി കപ്പ അല്ലേ? കപ്പ തന്നെയല്ല, കപ്പയും ചേമ്പും കൂടെ. നല്ല ഭംഗിയുണ്ടെന്ന് നോക്കാം. അടിപൊളിയാ, കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയായിരിക്കും. ഗംഭീരം ആണോ? പിന്നെ അതായിരിക്കും നിങ്ങളും ചെയ്ത് നോക്കണം വീട്ടിലായാലും. അതെ, മറ്റുള്ളവരും കണ്ടവരൊക്കെയും ചെയ്യട്ടെ. കപ്പേന്റെ കൂടത്ത് വേറെ പല സാധനങ്ങൾ ഇട്ട് വേവിക്കും. കപ്പയും പയറ് അങ്ങനെയൊക്കെ, ഏത്തയ്ക്ക. പക്ഷെ കപ്പയും ചേമ്പും, കപ്പേന്റെ ആ ടേസ്റ്റ്, മരപ്പിന്റെ ടേസ്റ്റ്, പിന്നെ ആ ചേമ്പിന്റെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അതെല്ലാം കൂടെ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ശരിയാ, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതുപോലെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വേവിച്ച് വെച്ചേക്കും, മീൻകറിയും കൂടെ കൂട്ടി. അന്നത്തേക്ക് മത്തിക്കറി നല്ല ടേസ്റ്റാ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു ഇതിനെ കഴിക്കണമെങ്കിൽ മീൻകറിയും കൂടെ തരണം ആയിട്ട് നമുക്ക് കൂട്ടി കഴിക്കാം. അതെ, എന്തായാലും അടിപൊളിയായിട്ട് കേട്ടോ. കാരണം കപ്പയും ചേമ്പും കൂടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കപ്പയും ചേമ്പുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചേമ്പിൻ്റെ ആ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചേമ്പിൻ്റെ ടേസ്റ്റും കപ്പേൻ്റെ ടേസ്റ്റും കൂടെ നന്നായിട്ടത് എല്ലാം കൂടെ കുഴഞ്ഞ് ഇരിക്കും. അതാണ്. പിന്നെ അമ്മച്ചുണ്ടെങ്കിൽ ഇതിന് വെള്ളമൊക്കെ കറക്റ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒട്ടി ഇരിക്കുന്നതുകൊണ്ട് നല്ല, അത് തിന്നുമ്പോൾ നല്ലൊരു സുഖമാണ്. നമ്മൾ ഊറ്റി കളഞ്ഞ ചേമ്പിൻ്റെ അതെ അതെ, അത് ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഇത് ഇടുന്നത്. കപ്പയുടെ വേവല്ല ചേമ്പിന്റെ. അപ്പൊ ആദ്യം ചേമ്പിട്ട് അതൊന്ന് വാടിക്കഴിയുമ്പോഴേ പിന്നെ കപ്പയല്ലേ പെട്ടെന്ന് കപ്പ വെന്തോ, ചേമ്പ് കൂടുതലും കുഴഞ്ഞു പോയിട്ടുമില്ല, ചേമ്പായിട്ടും ഇരിക്കും. ഇതിപ്പോ ഒന്നും അറിയത്തില്ല, കഴിക്കുമ്പോഴേ അറിയുള്ളൂ എന്തോ. അപ്പൊ ഇന്ന് വിശദമായിട്ട് ഇരുന്ന് കഴിക്കാം. എന്തായാലും സൂപ്പർ ഐറ്റം, ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവരും ഇത് കപ്പയും ചേമ്പും ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് എല്ലായിടത്തും തന്നെ ഉണ്ടാകും. സീസണിൽ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. അമ്മച്ചീനെ ഇതിന്റെ കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അതെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? അതെ, ഓക്കെ, ബൈ.